ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ, ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ, ഒരു തുള്ളി ഉപ്പ്, പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ട് നല്ലോണം സീവ് ചെയ്തെടുക്കണം. സീവ് ചെയ്താൽ ഈ മിക്സറൊക്കെ നന്നായി മിക്സ് ആവണം. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും എത്തണം. നല്ല കറക്റ്റായിട്ട് അത് പൊങ്ങി വരുള്ളൂ, നമ്മുടെ കേക്ക് ഭംഗിയാവുള്ളൂ. അപ്പോൾ ഈ പ്രൊസീജിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യമെങ്കിലും സീവ് ചെയ്തെടുക്കണം, നന്നായി സീവ് ചെയ്തെടുക്കണം. ഒരിക്കൽ കൂടി വൃത്തിയായി സീവ് ചെയ്തെടുത്ത ശേഷം ഡ്രൈ മിക്സർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 കപ്പ് ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ട ശേഷം, ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ എസൻസും ഉപയോഗിക്കാം. ബട്ടർ എസൻസ് ഇടയിൽ ചേർത്തിയാൽ മതി, ഇപ്പോൾ സ്റ്റാർട്ടിങ് ചേർത്തേണ്ട ആവശ്യമില്ല. ബട്ടർ എടുത്ത് ചെയ്യണമെങ്കിൽ ആദ്യം 1/4 കപ്പ് ബട്ടർ ബൗളിലേക്ക് ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്ത ബട്ടറിലേക്ക് നമുക്ക് പൗഡേർഡ് ഷുഗർ 1/4 കപ്പ് ആഡ് ചെയ്യാം. ഇത് 1 കിലോ റെഡ് വെൽവെറ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾ 1/2 കിലോ 2 കിലോ ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ മാറ്റണം. 1 കപ്പ് പൗഡേർഡ് ഷുഗർ, നല്ലോണം പൗഡേർഡ് ഷുഗർ ഉപയോഗിച്ച് നല്ലോണം സ്പാറ്റിൽ വെച്ച് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ബട്ടറും പൗഡേർഡ് ഷുഗറും നന്നായി മിക്സായിട്ട് ഒരു കോമ്പിനേഷൻ കിട്ടും. നല്ലോണം മിക്സ് ചെയ്ത് തറോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. സിലിക്കൺ സ്പാറ്റുലയാണ് ഇതിന് നല്ലത്. ഇതിലെ ശരിക്കും നമുക്ക് വൃത്തിയായി മിക്സ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഓയിൽ ചേർത്തണം, ഒന്ന് ഓയിലിയാക്കാൻ വേണ്ടിയിട്ട്. ലിറ്റിൽ, അതിൽ കണക്കൊന്നുമില്ല, കുറച്ചൊരു പൊട്ട ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്ത ശേഷം ഒന്നും കൂടി നല്ലോണം ബ്ലെൻഡർ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഓയിൽ എല്ലാവിടെയും ടച്ച് ചെയ്ത് ഒന്ന് മോശമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത മിക്സ്ചറിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം 3 മുട്ട മാത്രം ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. 5 മുട്ടയും ഒന്നിച്ചിടരുത്, അത് ബ്ലെൻഡ് ആവാൻ ബുദ്ധിമുട്ടാവും. നല്ലോണം ബീറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം 3 മുട്ട മാത്രം എടുത്ത്, എപ്പോഴും പകുതിയിൽ കുറവ് മുട്ട മാത്രം ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് അതിലേക്ക് ബാക്കി മുട്ട ഉപയോഗിക്കാം. ഇതിലിപ്പോൾ 3 മുട്ട ഉടച്ചിട്ട ശേഷം പിന്നെയും ബീറ്റ് ചെയ്യാൻ തുടങ്ങാം.
നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ്, ബുഷിൻ്റെയാണ് നല്ലത്, വേറെ ടൈഗറിൻ്റെയും ഉപയോഗിച്ച് നോക്കാം. ബുഷിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ 2 ടീസ്പൂൺ വാനില എസൻസ് മിക്സ് ചെയ്ത ശേഷം പിന്നെയും ബ്ലെൻഡ് ചെയ്യണം. ബാക്കി 2 ബോട്ട് 5 മുട്ടയിൽ 3 നമ്മൾ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ബാക്കി 2 1 കിലോന് ടോട്ടൽ 5 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 3 വെച്ച് ബീറ്റ് ചെയ്ത ശേഷം ബാക്കി 2 ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം പിന്നെ ഒഴിച്ച് ബീറ്റ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കിലോ 3 കിലോ കേക്കൊക്കെ വരുമ്പോൾ ഒന്നിച്ച് എല്ലാം കൂടി എടുത്ത് ബീറ്റ് ചെയ്യരുത്. കുറച്ച് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യണം. ഓരോ കിലോ ആയിട്ട് ബാറ്റർ മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്നിച്ചാക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മോൾഡിലിട്ട് ബേക്ക് ചെയ്യായിരിക്കും നല്ലതും എളുപ്പവും. എന്നാലേ ആ ഒരു ബീറ്റിംഗ് ശരിയാവുള്ളൂ. ഇത് ബീറ്റിംഗാണ് മെയിൻ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അത് ക്രീമാണെങ്കിലും ശരി, ബാറ്റർ ആണെങ്കിലും ശരി. നല്ലോണം ബീറ്റ് ചെയ്ത ശേഷം നല്ല ഫ്രോത്തിയായി മാറും നമ്മുടെ മുട്ട. കളറും കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ് യെല്ലോ ആവും. നമുക്ക് അടുത്തത് ഇവിടെ ഒഴിക്കുന്നത് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1/2 കപ്പാണ് നമ്മൾ ടോട്ടൽ പറഞ്ഞെങ്കിലും ചില സമയത്ത് നമ്മുടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അത് അത്രയും ഒഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ 1/2 കപ്പ് ആദ്യം വേറൊരു ബൗളിലേക്ക് മാറ്റാം, മെഷറിംഗ് കപ്പിലേക്ക് മാറ്റിയിട്ട് ഒരു 3/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ബാറ്ററിലേക്ക്, നമ്മുടെ ബീറ്റഡ് എഗ്ഗിലേക്ക് ഒരു 3/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വിസ്ക് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. ചൂട് ഒഴിച്ചിട്ട് മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ 1/2 കപ്പിൽ നമ്മളൊരു 3/4 ഭാഗം ഒഴിച്ചിട്ട് മാറ്റി വെച്ചു. അതിലേക്ക് നമ്മുടെ സൂപ്പർ റെഡ് അല്ലെങ്കിൽ ടൊമാറ്റോ റെഡ് 1 ടേബിൾ സ്പൂൺ. ഇത് ജെല്ലാണെങ്കിൽ 2 ഡ്രോപ്പോ മറ്റോ മതി. 1 ടേബിൾ സ്പൂൺ. ജെല്ലാണെങ്കിൽ ശ്രദ്ധിക്കണം 2 ഡ്രോപ്പ് മതിയാകും. നല്ലോണം ഇനി ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ റെഡ് വെൽവെറ്റ് കളറാണ് കളർ. ഇനി നമ്മുടെ സീവ്ഡ് മിക്സ്ചർ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചായിട്ട് മിക്സ് ചെയ്യണം, ഒന്നിച്ചിടരുത്. കുറച്ചായി മിക്സ്, അല്ലെങ്കിൽ കട്ടയാം, ലംസ് ആവും, ഒരവിടെ കട്ട പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കുറച്ചായി എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കിയ ശേഷം കൂടുതൽ ബ്ലെൻഡ് ചെയ്യരുത്.
ഇനി നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ മോൾഡ് റെഡിയാണ്. 8 ഇഞ്ച് മോൾഡ്. നമ്മൾ 1 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ശ്രദ്ധിക്കണം. 8 ഇഞ്ച് മോൾഡ് ഗ്രീസ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ സൈഡിലും അടിയിലും ഒട്ടിച്ച ശേഷം അതിലേക്ക് ആക്കണം. നമ്മൾ പ്രീ ഹീറ്റഡ് ഓവനിലേക്കാണ് ഇനി നമ്മൾ വെക്കേണ്ടത്. പ്രീ ഹീറ്റഡ് ഓവൻ പറയുമ്പോൾ 10 മിനിറ്റ് മുമ്പ് നമ്മൾ പ്രീ ഹീറ്റ് വെക്കണം. ആ ഓവൻ 230 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം 150 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാൻ പോകണം ഈ ബാറ്റർ. ഓക്കെ, നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ ബാറ്റർ റെഡിയാണ്. നമ്മൾ മോര് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, ബട്ടർ മിൽക്ക് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ ബാറ്റർ കുറച്ച് തിക്കായി, നമുക്ക് അത് കുറച്ചും കൂടി തിക്കായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബട്ടർ മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണമായിരുന്നു. റെഡിയായ ബാറ്റർ പ്രീ ഹീറ്റഡ് ഓവനിൽ 150 ഡിഗ്രിയിൽ ഏകദേശം 45 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ബേക്കാവും. ഇല്ലെങ്കിൽ കൂടുതൽ 10 മിനിറ്റ് കൂടുതൽ വെച്ചാലും ബേക്കായ ശേഷം എടുക്കാൻ പാടുള്ളൂ. ഓവനിൽ നിന്ന് എടുക്കുന്ന മുമ്പ് ടൂത്ത് പിക്ക് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ റെഡ് വെൽവെറ്റ് റെഡി. എല്ലാവരുടെയും സ്പോഞ്ച് റെഡിയല്ലേ? ഇനി നമുക്ക് എങ്ങനെ അതിനെ ഹാർട്ട് ഷേപ്പിൽ റെഡ് വെൽവെറ്റിനെ കട്ട് ചെയ്തിട്ട് ശരിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ലെയർ വെറ്റ് ചെയ്തിട്ട് ക്രീം ചെയ്ത് അതിന് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷെ കൊടുത്തു. വെക്കാൻ പോവാണേ. നമ്മൾ എന്തെങ്കിലും മുറിക്കുമ്പോ ഒക്കെ ചെറിയ പൊങ്ങി നിൽക്കുക അങ്ങനെയുള്ള ഭാഗങ്ങള് ഉള്ളിലേക്ക് വരാൻ പാകത്തിന് വെച്ചാൽ മതി. അപ്പൊ മുകളില് ക്ലീൻ ആയിട്ടിരിക്കും. എന്നിട്ട് വീണ്ടും മിൽക്ക് മെയ്ഡ് എടുത്തിട്ട് സോക്ക് ചെയ്യാം. ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്, കുഴഞ്ഞു പോകും കേക്ക്. കഴിഞ്ഞു. ഇനി നമുക്ക് ക്രീം എടുക്കാം. നമ്മള് ഈ ഹാർട്ട് ഷേപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും നമ്മള് റൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമാണ്. സ്ക്വയർ എടുത്താൽ കുറെ വേസ്റ്റ് ആയി പോവും. അപ്പൊ നമ്മള് ഇതിലേക്ക് പിന്നെ ഗനാഷി കൊടുക്കുവാണേ. ഈ ലെയറിൽ ഒരു ഇത്തിരി ഗനാഷി സ്പ്രെഡ് ചെയ്തു. അത് നമ്മുടെ ചെറിയ കപ്പിന് ഇത് നമ്മള് ലാസ്റ്റ് ലെയർ എടുത്തു വെച്ചു. ചോക്ലേറ്റ് ഗനാഷി കൊടുത്തു. ലാസ്റ്റ് ലെയർ നമ്മൾ എടുത്ത് വെച്ചു. ഇനിയാണ് നമ്മുടെ, ഇനി എല്ലാവർക്കും കാണുന്നുണ്ടോ? ലെയറിൽ ക്രീമൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ക്രോസ് ആയിട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. പക്ഷെ കേക്കിൽ പാട് വീഴാൻ പാടില്ല, മുറിയാനോ ഒന്നും പാടില്ല. നമ്മൾ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു സ്കെയിലോ അല്ലെങ്കിൽ നൈഫോ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് എടുക്കുക. ഉണ്ടല്ലോ, രണ്ട് സൈഡ് മാർക്ക് ചെയ്ത് ഇതിങ്ങനെ നേരെ വരണ ഭാഗത്തേക്ക് ഈ ഷാർപ്പ് സൈഡ് വരാൻ പാകത്തിന് കാണുന്നുണ്ട് എല്ലാവർക്കും. ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഈ ഷാർപ്പ് സൈഡ് ഈ ഭാഗത്തേക്ക് വരാൻ പാകത്തിന് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, വീഡിയോ ഞാൻ ഇടാം.
രണ്ട് സൈഡിൽ നിന്നും കുറച്ച് നമ്മൾ മുറിച്ചു. ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തു, ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തില്ല, മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ അറ്റം വരണോടം വെച്ചിട്ട് നമ്മളിങ്ങനെ രണ്ടായിട്ട് ഇതിനെ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഈ വശത്തേക്ക് ഇതിനെ നമ്മൾ ഒരു ഇച്ചിരി ക്രീം തേച്ചു കൊടുക്കുക. ഇതാ ഇവിടെയുള്ള പോർഷൻ വീഡിയോ അയച്ചു തരാം. സ്റ്റക്കായാലും കുഴപ്പമില്ല. ഈ സൈഡിൽ നിന്ന് ഒരു പോർഷൻ ഇങ്ങനെ എടുക്കുക, അതെടുത്ത് ഈ സൈഡിലും വെച്ചു. ഇത് കണ്ടോ എങ്ങനെ വന്നു? നമുക്ക് എല്ലാത്തിന്റെയും ഹാർട്ട് ഷേപ്പിന്റെ മോൾഡ് വാങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ 1/2 കിലോയുടെ ആണെങ്കിലും 1 കിലോയുടെ ആണെങ്കിലും ഒക്കെ മേടിച്ചുകൊണ്ടിരുന്ന നമുക്ക് ബുദ്ധിമുട്ടല്ല. അപ്പൊ നമ്മൾ എന്താ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മള് ബാക്കിന്ന് ഇതാണ് നമ്മുടെ കേക്കിന്റെ അകം. കണ്ടോ ഇത്രയും പോർഷൻ എടുത്തിട്ട് മാറ്റി. ഇത് കണ്ടോ ഇപ്പോ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു കാര്യം കൊടുക്കാൻ മറന്നു. ഷുഗർ സിറപ്പ് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ മിൽക്ക് മെയ്ഡിന്റെ ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിക്കുക.
ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ. മൂന്ന് വാക്കുമില്ലടാ, സ്റ്റാറുമല്ലടാ, ഒന്നുമല്ലടാ. എന്നാലും നാട്ടാരെ, എന്നാട്ടിൽ ഞാൻ രാജാ. മത്താരെ കിക്കാനെ മച്ചാനെ, ഈ പാട്ടിന് ഡാൻസ് കളി. ഒരു ചിരി തരണേ, ചിക്ക് 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 ജേ. കയ്യടിയുടെ മഴ തരണേ, ചിക്ക് 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 ജേ. കണ്ണെറിയരുതേ, ചിക്ക് 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 ജേ. പൊടി തടയരുതേ. ഞാനോ നിൽക്കാത്ത ബെല്ലില്ല, ബ്രേക്കില്ല, സൈക്കിൾ പോലോടുന്നേ. കേൾക്കാത്ത സംഗീതമേറുന്നേ. La la la, la la la, la la la, la 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 la, la la la, la la la, la. ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ. മൂന്ന് വാക്കുമില്ലടാ, സ്റ്റാറുമല്ലടാ, ഒന്നുമല്ലടാ. മസ്തി മേരെ കുസ്തി മേരെ